ഓണം ഇങ്ങെത്താറായില്ലേ. ഇന്ന് നമുക്ക് ഓണസദ്യയ്ക്ക് തയ്യാറാക്കുന്ന ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ചേർത്ത് മസാലക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. Please subscribe this channel and press on the bell icon for the latest updates. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: വെളിച്ചെണ്ണ 5 ടീസ്പൂൺ, തേങ്ങ 1/2 കപ്പ്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി 4 എണ്ണം, ഉപ്പ് പാകത്തിന്, ഉരുളക്കിഴങ്ങ് 1/2 കപ്പ്, ഗ്രീൻ പീസ് 1/4 കപ്പ്, സവാള 1/2 കപ്പ്, തക്കാളി 1 എണ്ണം, പച്ചമുളക് 1 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, കറിവേപ്പില 1 തണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി തേങ്ങ ബ്രൗൺ നിറം ആവുന്ന വരെ വറുത്തെടുക്കുക. അതായത് നമ്മൾ തീയലിന് വറുത്തെടുക്കില്ലേ, അതുപോലെ വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ കൈ എടുക്കാതെ വറുത്തെടുക്കുക, ഇല്ലെങ്കിൽ പാനിൻ്റെ അടിയിൽ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ സ്റ്റീൽ പാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് എണ്ണ ഒഴിച്ചത്. നിങ്ങൾ നോൺ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല. ഇപ്പം നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. ഏകദേശം 1 മിനിറ്റോളം മതിയാവും പച്ചമണം മാറിക്കിട്ടാൻ. ഇപ്പം നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലപോലെ തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കുക. അപ്പോഴേക്കും നമുക്ക് ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും വഴറ്റിയെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇവിടെ 1/2 കപ്പ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് സോഫ്റ്റ് ആവുന്ന വരെ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഈ ടൈമിൽ ചേർത്ത് കൊടുത്തത്. ഫ്രോസൺ ഗ്രീൻ പീസ് വെന്ത് വരാൻ അത്ര ടൈം എടുക്കില്ല, 2 മിനിറ്റോളമൊക്കെ എടുക്കുള്ളൂ. മറ്റേ ഗ്രീൻ പീസാണ് ചേർക്കുന്നതെങ്കിൽ നേരത്തെ വേവിച്ചെടുക്കുക. എന്നിട്ട് ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഒരു ഹാഫ് കുക്കാവുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. പാനിൽ കുറച്ച് എണ്ണ ബാക്കിയുണ്ട്. ഇനി 1 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 4 വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുക. പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണം മാറുമ്പോൾ ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 കപ്പ് സവാള ഉണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 പച്ചമുളക് അരിഞ്ഞതും 1 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഈ തക്കാളി വെന്ത് വരുന്ന വരെ വേവിച്ചെടുക്കുക. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ തിളച്ച് വരണം. ഇപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വഴറ്റി വെച്ച ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് വെള്ളം വറ്റിച്ചെടുക്കണം. അടച്ചു വെച്ച് വേവിക്കേണ്ട, തുറന്നു വെച്ച് വേവിച്ചാൽ മതി.
അപ്പോൾ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കടുക് പൊട്ടിച്ച് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കുക. 3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് ബ്രൗൺ നിറം ആവുന്നവരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളി ബ്രൗൺ നിറം ആയിട്ടുണ്ട്. പൊട്ടറ്റോയിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതെല്ലായിടത്തും ആകുന്ന പോലെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇത് ഓണസദ്യക്ക് മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.